ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക പുളിയാണ്. അതിനുവേണ്ടി കുറച്ച് വെണ്ടക്ക കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഉലുവ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ഒരു ചട്ടി. ഇതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്ത് ഉലുവ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഉലുവ ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷം അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അതേ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ഇതും നല്ലോണം വഴറ്റി എടുക്കുക. വെണ്ടക്ക നന്നായി വഴന്നതിന് ശേഷം അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ ചട്ടിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് ചെറിയ കഷ്ണം പീസായി അരിഞ്ഞു വെച്ചിരുന്ന വലിയ ഉള്ളിയും അതിൽ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റുക. തക്കാളി നന്നായി വഴന്നതിന് ശേഷം നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്ക കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഏതെല്ലാമെന്ന് നോക്കാം. അതിലേക്ക് ഒരു ചെറിയ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് മസാലകളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇപ്പം മസാലയുടെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അളവിൽ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴന്നതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് തിളയ്ക്കാൻ വെക്കുക. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് കൂടി തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയും നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഉലുവ, വെളുത്തുള്ളി എന്നിവയും കൂടി ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്ത മിശ്രിതം ഈ വെണ്ടക്ക കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കറി നന്നായി തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം കുറച്ച്
കൂടി ലൂസായി കിട്ടും. ഇപ്പം നല്ല കട്ടിയുണ്ട് കറി. അതിനാൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലൊഴിച്ച് കൊടുത്ത് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള അളവിൽ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിച്ച് ഒന്നും കൂടി തിളയ്ക്കാൻ വെക്കുക. ഇപ്പം നമ്മുടെ രുചികരമായ വെണ്ടക്ക പുളി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും.